ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് നല്ലൊരു ചായ കുടിച്ചിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ പറയാം. ഇന്നലെ വൈകിട്ട് വെച്ചതായി ബ്രഹ്മസലി. അപ്പോൾ അത് ഞാൻ രാവിലെ ചായ ചൂടാക്കിയപ്പോൾ അതും കൂടി ചൂടാക്കിയെന്നേ ഉള്ളൂ. രാവിലെ കഴിക്കാനല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പം ഇന്ന് നമുക്ക് ഉള്ളിത്തീയൽ വെച്ചാലോ എന്നൊരു കൊതി. അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് ദാണ്ട് ഇവിടെ ടി വിയുടെ മുമ്പിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ടി വിയും കാണാം, ഉള്ളിയും തൊലിക്കാം. അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ തൊലിച്ചിട്ട്, വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കീറി ദാണ്ട് നമ്മൾ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയെ അതിനകത്തോട്ട് തട്ടി വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇടുക. ഞാൻ 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ട് അതിനകത്ത്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ തിരുങ്ങണം. ഞാൻ അരമുറി തേങ്ങയാണ് തിരിങ്ങിയത്. അപ്പോൾ അത് തിരിങ്ങിയിട്ട് അത് നന്നായിട്ട് വറുക്കുക. തേങ്ങ നന്നായിട്ട് വറുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളിട്ട് ആ തേങ്ങയുടെ കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചേക്കണം. അതാദ്യമേ അത് ചെയ്യണം. ചെയ്തിട്ട് ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കാനാണ് പുളി. ഉള്ളി നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാൻ ആ പുളി പിഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചിട്ട് അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ഈ അടുപ്പിൽ നമ്മൾ തേങ്ങ വറുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ ആറി കഴിഞ്ഞിട്ട് ഞാനത് മിക്സിയിൽ അരച്ചിട്ട് അതിനകത്തോട്ട് ചേർക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. മിക്സി ചെറുതായിട്ടൊന്ന് കഴുകി അതും കൂടി ഒഴിച്ചാൽ മതി. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഇനി ചെറിയ തീയിൽ പയ്യെ അവിടെ ഇരുന്ന് പറ്റുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ ഇന്ന് ചോറുണ്ണാൻ ആരുമില്ല കേട്ടോ. എനിക്ക് അമ്പലത്തിൽ പോകാൻ സമയമായി. അപ്പം നമുക്ക് കണ്ണൻ്റെ അമ്പലത്തിൽ പോയി കണ്ണനെ കണ്ട് തൊഴുത് ആഹാരവും കഴിച്ചിട്ട് വരാം. ഇന്നലെ ആൾ കുറവായിരുന്നു, പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഭയങ്കര വെയിൽ. ഇന്ന് വാഴയിലേക്കകത്ത് 3 പായസമൊക്കെ ആയിട്ടുള്ള സദ്യയാണ് കഴിച്ചത് കേട്ടോ. സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് വെയിൽ താറിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങാൻ 6 മണി കഴിയണം. അപ്പം 6:30 ആയപ്പം വെള്ളം ഒഴിക്കുക ചെടിക്ക് കേട്ടോ. ഡെയിലി രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോവും. അത്രയ്ക്ക് ചൂടാണ് മുറ്റത്ത്. അപ്പോൾ രാത്രിയായി, നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ചിക്കുവും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഉള്ളിത്തീയൽ, ഇഞ്ചി ചമ്മന്തി, കടുമാങ്ങ, പിന്നെ പപ്പടം. ചോറിൻ്റെ കൂടെ നല്ലൊരു കറിയാണ് കേട്ടോ ഉള്ളിത്തീയൽ, വറുത്തരച്ച ഉള്ളിത്തീയൽ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ആ ചോറ് കഴിക്കാൻ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം. എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പം ബൈ.